ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അടിക്കാൻ പോണ സാധനം സെറ്റപ്പ് സാധനം കേട്ടോ. ദ ഡാൽമോർ സിംഗിൾ മാൾട്ട് വിസ്കി. സാധനം കാണാൻ തന്നെ എന്താ അഴകില്ല സാധനം. നോക്കിയിരിക്കാൻ പറ്റുന്നില്ല സാധനം. ഒന്ന് ആദ്യം നമ്മുടെ ഓറഞ്ച് ജ്യൂസ് പോലെയുണ്ട് മണം, നല്ല മണം. ഞാൻ ആദ്യം ഒരു സ്വല്പം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഐസ് ഇടുന്നതിന് മുൻപേ. സ്വല്പം ടേസ്റ്റിന് വേണ്ടി മാത്രം. ഇത് ശരിക്കും പറഞ്ഞാൽ ഐസൊന്നും വേണ്ട, ഇങ്ങനെ വെറുതെ കുടിക്കാം. ഇതെന്താണെന്നറിയാം സാധനം, എനിക്കിപ്പോൾ ടേസ്റ്റ് കിട്ടണമെന്നതിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റിനൊരു ചെറിയ ഫ്ലേവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പൈസസ് ഉണ്ട്. സ്പൈസസിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് സ്പൈസസിൻ്റെ. അതുപോലെ നമ്മൾ എല്ലാം തീർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇറക്കി ആ ആഫ്റ്റർ ടേസ്റ്റ് ഇല്ലേ, ഫിനിഷ് ചെയ്യണത്, അത് കോഫിയുടെയും ചോക്ലേറ്റിൻ്റെയും ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വനിലയുടെ ചെറുതായിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തത്, ഇപ്പോൾ ഞാൻ കുടിച്ചില്ലേ, അതിലും ഉണ്ട് ഒരു തെറ്റ്. ഇതെങ്ങനെ കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സാധാരണ വിസ്കിയെ കഴിക്കുമ്പോൾ നമ്മളിതിങ്ങനെ സാധനം എടുക്കും. ഒരു 60 എടുത്തു, പോസ് ചെയ്ത് സാധനം മാറ്റി വെച്ചു. നമ്മൾ ഐസ് ഇടുക. എന്ത് ചെയ്യണേ, ഈ ഐസും കാര്യങ്ങളും ഇടുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ മിസ് ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയും. നേരത്തെ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് സാധനം കുടിക്കുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് മണത്ത് നോക്കണം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം മണത്തോ. ഈ മണക്കുമ്പോണ്ടല്ലോ നമ്മളുടെ ബ്രെയിൻ അതിൻ്റെ ഫ്ലേവറുകളൊക്കെ നമ്മളുടെ വായയിൽ സെൻസർ എടുത്തിട്ട് വായയിൽ വെള്ളം വരിക ഉണ്ടാ. ഇത് പട്ടിക്ക് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് മണക്കാൻ, നമുക്ക് മൂക്ക് വന്നിരിക്കുന്നത് വെറുതെ ശ്വാസം വലിച്ച് വിടാനല്ല, ഇടയ്ക്കൊന്ന് മണത്ത് കുടിക്കുക. ഐസ് ഇടുന്നതിന് മുന്നേ നമ്മളത് മണത്താലേ നമുക്കതിൻ്റെ ഫുൾ ഫീൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഇനി ഐസ് ഇട്ടിട്ട് ഒരു ഇതുപോലത്തെ ഇതാണെങ്കിൽ ഒരു 2 എണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡ്രോപ്പ് വെള്ളം ഒഴിക്കണതാണ് അതിൻ്റെ ഫ്ലേവർ ഉണരാൻ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയണത് കേൾക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ സാധനം ഇവിടെ ഇരിക്കണം കേട്ടോ. നമ്മൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയതുകൊണ്ടേ കുറച്ച് ബീഫ് കറിയും ഇച്ചിരി കോളിഫ്ലവർ സെറ്റപ്പും. പക്ഷേ ഇതൊന്നും ഭക്ഷണം ഇതിന് മുന്നേ കഴിക്കരുത്. കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കഴിക്കണം ഭക്ഷണം. പക്ഷേ ഇത് കഴിക്കണതിന് മുൻപ് വായൊക്കെ നന്നായി കഴുകിയിട്ട് ഇതിന് വേണ്ടി മാത്രമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാക്കുക വായൽ, എന്നിട്ടൊന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ അതേ സാധനം ഇങ്ങോട്ട് ഇതാക്കി വെള്ളം ഒഴിക്കാണ്ട് കഴിച്ചിട്ട് സെറ്റപ്പാട്ടാ. ഓക്കെ, അടിച്ചോട്ടെ. ഒരാള് ഫ്ലേവർ സെറ്റപ്പാണ്, എന്നും വാങ്ങിച്ചടിക്കാൻ മുതലാവില്ല. പക്ഷെ എന്നാൽ സംഭവം ഫ്ലേവർ അടിപൊളിയാണ്. പക്ഷേ ഒരാളെൻ്റെ കമൻറ്റിലിട്ടിരിക്കുക, ചേട്ടൻ എന്താ ചേട്ടാ കുലുക്കുഴി ചെയ്യണമെന്ന്. ഇതേ ഈ നമ്മുടെ ഈ മോളിൽ ഒരു സ്ഥലമുണ്ട്, ഈ നാവ് മുട്ടി നിൽക്കുന്ന മോൾ വാസല്ലേ, അതിന് മലയാളവും ഇല്ല, അതാണ് വലിയത്. ഓക്കെ, അതിൽ മുട്ടുമ്പോൾ ശരിക്കും നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ. അല്ലാണ്ട് കുലുക്കുഴിയണതല്ല അത്. ആ മുകളിലേക്ക് ഇത്തിരി മുട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഈ സാധനം കുറച്ച് കഴിച്ചു. കിട്ടു സാധനം. നിങ്ങൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ സാധനം വാങ്ങിച്ച് അടിക്കണം. അടി എന്ന് പറഞ്ഞാൽ അടിച്ച് പാമ്പാമല്ല ഞാൻ പറയണത്. ഇതുപോലെ എന്നെ പോലെ ഈ കുപ്പി ചിലപ്പോണ്ടല്ലോ 1 മാസം കഴിഞ്ഞ് ഇരിക്കും. നമ്മളിത് ഒരെണ്ണം കഴിക്കും, അത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഇത് ഞാൻ പിന്നെ കഴിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സാധനം വാങ്ങിച്ചിട്ട് കഴിക്കുക. ഒരു ചെറിയ ബീഫിൻ്റെ പീസും. ബീഫൊക്കെ വരട്ടി തിന്നണത് അത്ര ഹെൽത്തി അല്ല കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ കുറേ കയ്യിൽ കൂടെ വെള്ളത്തിൽ കൂടെ പോയിക്കോളും. പിന്നെ കോളിഫ്ലവർ ഇങ്ങോട്ട് കഴിക്കുക. എന്താ സുഖം, സമാധാനമായിട്ട്. ആരും വേണ്ട, നമുക്ക് ആരും വേണ്ട. അടിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം ഭാര്യയോട് അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. 2 പേരും കൂടി അടിക്കുക. ഇല്ലെങ്കിൽ ഒരാളും വേണ്ട, വെറുതെ എങ്ങനെ ഒറ്റയ്ക്കിരിക്കുക നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ആലോചനകളിലേക്കും കാര്യങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യുക. മലയാളി സിംസൺ.